നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. 1980കളിലാണ് ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വിപ്ലവം തുടങ്ങിയത്. ആ കാലഘട്ടത്തിലാണ് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ വിപുലമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആ വർഷങ്ങളുടെ അവസാന കാലവും 1990കളുടെ ആദ്യകാലങ്ങളിലും ആണ് സ്കൂളുകളിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം തുടങ്ങി എങ്കിലും മറ്റുള്ള വിഷയങ്ങളെ പോലെ കണക്ക്, സയൻസ്, ലാംഗ്വേജ് എന്നുള്ള വിഷയങ്ങളെ പോലെ കമ്പ്യൂട്ടർ സയൻസ് ഒരു വിഷയം ആയിരുന്നില്ല. എങ്കിലും സ്വകാര്യ സ്കൂളുകളൊക്കെ തന്നെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകാൻ തുടങ്ങിയിരുന്നു. അതും കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സർക്കാർ തലത്തിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന ഒരു വിഷയം ഉണ്ടാകണം എന്ന തീരുമാനം ആയത്. +2 ലെവലിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് എന്നത് ഒരു വിഷയമായി തീരുമാനിച്ച് ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. എന്നാൽ ഈ വർഷം 2026 ഇന്ത്യ ഗവൺമെൻറ് പുതിയ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്. സ്കൂളുകളിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിന് ഒപ്പം തന്നെ കമ്പ്യൂട്ടർ ഒരു വരുമാന മാർഗമായി ഉപയോഗിക്കാം. അത് സോഷ്യൽ മീഡിയ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ ഇപ്പോൾ ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ അതിൽ കൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നത് കുട്ടികളെ കൂടെ പഠിപ്പിക്കുക എന്നത് നിയമം പാസ്സായിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. 1990കളുടെ തുടക്കത്തിൽ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം തുടങ്ങിയ സമയത്താണ് സ്കൂൾ അധ്യാപികയായി ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. കാരണം അതിനു മുന്നേ തന്നെ എനിക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി ചുമതല ഏറ്റെടുത്തു. അങ്ങനെയാണ് സ്കൂൾ അധ്യാപിക എന്നുള്ള ഒരു ലേബലിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് 2025-26 കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന ഒരു തസ്തിക അത് നിയമപരമായി പാസ്സാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് കണ്ടന്റ് ക്രിയേറ്റർ? കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിയമപരമായി അത് വന്നിരിക്കുന്നത് എഞ്ചിനീയർ, ഡോക്ടർ അല്ലെങ്കിൽ അധ്യാപകർ എന്നുള്ള കാറ്റഗറിയിൽ ഓരോ ജോലികൾക്ക് സ്കിൽഡ് വർക്കേഴ്സ് ഉള്ളതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ എന്നത് ഒരു ജോലി ആണ്. അന്നത് നിയമപരമായി ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജോലിയുടെ ഭാഗമല്ലായിരുന്നു. അത് കല്യാണ മാർക്കറ്റുകളിൽ കല്യാണ പയ്യന്മാർക്ക് അത് ഒട്ടും തന്നെ കല്യാണ മാർക്കറ്റിൽ വാല്യൂ കൊടുത്തിരിക്കുന്നില്ല. എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ വീഡിയോ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് കല്യാണം മുടങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. കണ്ടന്റ് ക്രിയേറ്റർ എന്നത് ഒരു ജോലിയായി അംഗീകരിച്ചിരിക്കുന്നു. കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, ഇങ്ങനെയുള്ള വിവിധ തര സോഷ്യൽ മീഡിയകളിൽ നമ്മൾ വിനോദത്തിന് വേണ്ടി വീഡിയോകൾ കാണുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം ആ വീഡിയോകൾ നിർമ്മിക്കുന്ന ആളാണ് കണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ പബ്ലിക് ആയിട്ടുള്ളവർക്ക് എല്ലാ ആൾക്കാർക്കും ഒരു വീഡിയോ നിർമ്മിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മുതൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരാൾ കണ്ടന്റ് ക്രിയേറ്റർ എന്ന ലെവലിൽ വരും. ആ കണ്ടന്റ് ക്രിയേറ്ററിനെ
ഒഫീഷ്യലി അല്ലെന്നുണ്ടെങ്കിൽ നിയമപരമായി അതൊരു വരുമാനം കിട്ടുന്ന ജോലിയായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാവർക്കും ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ള എല്ലാവർക്കും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ സാധിക്കില്ല. കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് നിസ്സാരമായ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയും അല്ല. അതിനുവേണ്ടി ധാരാളം പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയകൾ, യൂട്യൂബ്, ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒറിജിനലായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർമാരെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രോസസ്സിങ് തുടങ്ങിയിരിക്കുകയാണ്. അത് 2025 തന്നെ തുടങ്ങി. ഇതിന് മുന്നേ തന്നെ കണ്ടന്റ് ക്രിയേറ്ററിന് ഒരു വരുമാനം കൊടുക്കാറ് പതിവുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾക്ക് വളരെയധികം ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ക്രൈറ്റീരിയ വളരെ കഠിനമായിരുന്നു. നമ്മൾ ഒരുവിധം സാധാരണക്കാർക്ക് പറ്റുകയില്ലായിരുന്നു. അത് വളരെ സെലിബ്രിറ്റീസിനൊക്കെ മാത്രം ഒരു മില്യൺ കണക്കിന് ഫോളോവേഴ്സിനെയൊക്കെ സമ്പാദിക്കാൻ പറ്റുന്നവർക്ക് മാത്രം പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു. എന്നാൽ ആ സിറ്റുവേഷൻ മാറി കഴിഞ്ഞ വർഷത്തോടെ അതിൻ്റെ ക്രൈറ്റീരിയയിൽ ചെറുതായിട്ടുള്ള ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സെലിബ്രിറ്റി ആകേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഒന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾക്ക് വേണ്ട. ആർക്ക് വേണമെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ആകട്ടെ, അത് ലോങ് വീഡിയോ ആകട്ടെ, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോയാകാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതുന്നതാകാം. ഇത് എന്ത് കാര്യമാണെങ്കിലും, എന്ത് കാര്യം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് നമ്മൾക്ക് വരുമാനം ഉണ്ടാകും. പക്ഷെ വെറുതെ ഒരു കാര്യം പോസ്റ്റ് ചെയ്താൽ ഉടനെ അങ്ങോട്ട് ഡോളർ വാരിക്കോരി തരികയില്ല. നമ്മൾ ഏതൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഇൻ്റർവ്യൂകളും ടെസ്റ്റുകളും ഒക്കെ പാസ്സാകേണ്ടത് പതിവുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിനും ഫേസ്ബുക്കിനും അവരുടേതായ ടെസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അത് അവരുടേതായിട്ടുള്ള രീതിയിൽ ആണ് അവർ ടെസ്റ്റ് ചെയ്യുക. നമ്മൾ കണ്ടന്റ് ക്രിയേറ്ററായിട്ട് ഒരു കണ്ടന്റ് ഇടുന്നു, ആ കണ്ടന്റിന് എനിക്ക് അവർ പൈസ തരണം എങ്കിൽ ഞാൻ അതിന് ഉള്ള ക്വാളിഫൈഡ് ആയിരിക്കണം. ആ ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പരീക്ഷണങ്ങളുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മളെ അവർ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനുള്ള വരുമാനം അവർ തരികയുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് വളരെ നീണ്ട ഒരു പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമ്മളൊരു വീഡിയോ കാണുന്നത് പോലെ നമ്മൾക്ക് അതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുകയില്ല. അത് കുറഞ്ഞത് 2 വർഷമെങ്കിലും അതിനെ പഠിച്ചെടുത്തിട്ട് വേണം നമ്മളൊരു വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ വിദ്യാഭ്യാസം ആണ് സ്കൂളുകളിൽ തുടങ്ങണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അത് തുടക്കമായില്ല എങ്കിലും അത് കണ്ടന്റ് ക്രിയേറ്റർ എന്നത് ഒരു ജോലിയായി അംഗീകരിച്ചു. അത് ഒഫീഷ്യലി അതൊരു പ്രൊഫഷനായി അംഗീകരിച്ച് അപ്പോൾ കുട്ടികൾക്കും അതിനെപ്പറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള തുടക്കം ആയിട്ടുണ്ട്. ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗമായി